എല്ലാവർക്കും പ്രവാസി മലയാളീസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോകുന്നവർ ഫെബ്രുവരി 22 തിങ്കളാഴ്ച മുതൽ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ജനിതക വ്യതിയാനം വന്ന കൊറോണ വൈറസ് വ്യാപിക്കുന്ന പശ്ചാത്തലത്തിലാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് കേന്ദ്ര സർക്കാർ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. ഗൾഫിൽ നിന്ന് പോകുന്നവർക്ക് ബാധകമായ പുതിയ മാർഗനിർദ്ദേശങ്ങൾ. മുഴുവൻ യാത്രക്കാരും യാത്രയ്ക്ക് മുമ്പ് തന്നെ എയർ സുവിധ പോർട്ടലിൽ www.newdelhiairport.in സെൽഫ് ഡിക്ലറേഷൻ ഫോം നൽകണം. തങ്ങളുടെ കഴിഞ്ഞ 14 ദിവസത്തെ യാത്രാ വിശദാംശങ്ങൾ കൂടി ഇതിൽ വ്യക്തമാക്കണം. ഇന്ത്യയിലെ വിമാനത്താവളത്തിലേക്ക് നേരിട്ടുള്ള യാത്രയാണോ അതോ ഇന്ത്യയിലെ വിമാനത്താവളത്തിൽ നിന്ന് കണക്ഷൻ വിമാനത്തിലാണോ യാത്രയെന്ന് ഡിക്ലറേഷൻ ഫോമിൽ പ്രത്യേകം വ്യക്തമാക്കണം. 14 ദിവസം ഹോം ക്വാറന്റൈനിൽ നിരീക്ഷണത്തിൽ കഴിയാമെന്ന കാര്യം പോർട്ടലിൽ ഉറപ്പു നൽകണം. മുഴുവൻ യാത്രക്കാർക്കും കോവിഡ് RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. യാത്രയുടെ 72 മണിക്കൂർ മുമ്പാണ് പരിശോധന നടത്തേണ്ടത്. ഈ സർട്ടിഫിക്കറ്റ് യാത്രയ്ക്ക് മുമ്പ് www.newdelhiairport.in എന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. കുടുംബത്തിലെ മരണവുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്നവർക്ക് മാത്രമാണ് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ ഇളവ്. ഇക്കാര്യത്തിനായി യാത്രയ്ക്ക് 12 മണിക്കൂറിന് മുമ്പ് പോർട്ടലിൽ അപേക്ഷ നൽകണം. ഇക്കാര്യത്തിൽ സർക്കാർ എടുക്കുന്ന തീരുമാനം അന്തിമമായിരിക്കും. എയർ സുവിധ പോർട്ടലിൽ സെൽഫ് ഡിക്ലറേഷൻ ഫോം നൽകുകയും കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുകയും ചെയ്തവരെ മാത്രമേ വിമാനത്തിൽ കയറ്റാൻ പാടുള്ളൂ. തെർമൽ സ്കാനിംഗ് നടത്തി രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരെ മാത്രമേ യാത്ര ചെയ്യാൻ അനുവദിക്കൂ. ഇന്ത്യയിലെ വിമാനത്താവളത്തിൽ ഇറങ്ങിയാൽ കൺഫർമേറ്ററി മോളിക്യുലാർ ടെസ്റ്റ് നടത്തണം. ഇതിനുള്ള പണം യാത്രക്കാരൻ നൽകണം. കേരളത്തിലേക്ക് പോകുന്ന എല്ലാ യാത്രക്കാരും യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് COVID-19 ജാഗ്രത പോർട്ടലിൽ covid19 jagrada.kerala.nic.in/ രജിസ്റ്റർ ചെയ്യണം. മുകളിൽ കൊടുത്തിട്ടുള്ള പുതിയ മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ ഇന്ന് ഫെബ്രുവരി 18, 2021 പുറത്തിറക്കിയതാണ്.